അങ്ങനെ നമ്മുടെ കൊഞ്ച് ക്ലീനിങ്ങിലോട്ട് കടന്നിട്ടുണ്ട്. ഇതുവരെ ഇത് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വീഡിയോ കണ്ടാണ് ചെയ്തത് കേട്ടോ. ആ വീഡിയോയിൽ തന്നെ കൊഞ്ച് പൊളിക്കുന്ന രീതിയും കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ജേസൺ അപ്പുറത്ത് നിന്ന് പൈനാപ്പിൾ മുറിക്കുന്നത് എല്ലാത്തിന്റെ മണം കൂടി ആയപ്പോഴത്തേക്കും കറക്റ്റ് കല്യാണത്തിന് തലേദിവസം നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, ഭയങ്കര മണം. ആ മണം അടിച്ചിട്ട് നടിച്ച് മുകളിൽ നിന്ന് താഴെ വരെ വന്നു. ഞാൻ ആ സമയം നമ്മുടെ അവസാന ഘട്ട പരിപാടിയിലോട്ട് കടന്നു. വാഴയിലയിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് കുറേ സവോളയും തക്കാളിയും കശുവണ്ടി പരിപ്പൊക്കെ പൊള്ളി വെക്കുന്നുണ്ട്. അതേപോലെയൊക്കെ ഞാൻ വെച്ചു. മടക്കി കൂട്ടി നമ്മൾ ഒന്നും കൂടി പൊള്ളിച്ചെടുത്തു കേട്ടോ. തുറന്നു ആകും എന്തൊരു രസമാണ് കാണാനായിട്ടല്ലേ. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വെച്ച രീതിയുടെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഒരു രസം ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ അയ്യോ ഇത് കൊള്ളത്തില്ല, എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഒരു ഐഡിയ ഉണ്ട്. തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചാൽ സാധാരണ അങ്ങനെയാണല്ലോ, കൊളാകാൻ നേരത്ത് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തതിന് ഇത് ഭംഗിയാക്കി ഇടുക. അവസാനം പൊതിയിലിരുന്നെല്ലാം പിന്നെയും കുടഞ്ഞ ചട്ടിയിലോട്ടിട്ടിട്ട് തേങ്ങാപ്പാൽ കലക്കി ഒഴിച്ച് നമ്മൾ എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല.